നമസ്കാരം. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നായകൻ എന്ന സ്വയം പ്രഖ്യാപിത പ്രതിച്ഛായ. യുദ്ധഭീഷണികളും ഉപരോധങ്ങളും ആണവ ഭീഷണികളും കൊണ്ട് ലോകത്തെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയ ഒരാൾ നൊബേൽ സമ്മാന പുരസ്കാരത്തെ കുറിച്ച് തുറന്നു പറയുന്നത് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു പരിഹാസമാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മിഡിൽ ഈസ്റ്റ്, വെനസ്വേല തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന്റെ ഇടപെടലുകൾ സമാധാനം കൊണ്ടുവന്നതല്ല, മറിച്ച് അസ്ഥിരതയും ഭീതിയും വളർത്തിയതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അത്തരമൊരു നേതാവിന് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കേണ്ടി വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിസ്സാരതയുടെ തെളിവാണ്. ലോകത്തിലെ വിവിധ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന്റെ പേരിൽ തനിക്ക് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടാൻ തുടങ്ങിയിട്ട് നാളേറെ. പല പൊതുവേദികളിലും ട്രംപ് ഇക്കാര്യം പരസ്യമായി ഉന്നയിച്ചിട്ടുമുണ്ട്. അതേസമയം നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രംപിന്റെ ഈ വാദം അംഗീകരിച്ചിരുന്നില്ല. പോയ വർഷം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോഴിതാ വളരെ നാടകീയമായ നീക്കവുമായി മരിയ കൊറീന മച്ചാഡോ അമേരിക്കയിലെത്തി തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ട്രംപിന് സമർപ്പിച്ചിരിക്കുകയാണ്. പുരസ്കാരം മറ്റൊരാൾക്ക് കൈമാറാനോ പങ്കുവയ്ക്കാനോ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് മരിയ തന്റെ പുരസ്കാരം US പ്രസിഡന്റിന് നൽകിയത്. ട്രംപ് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുരസ്കാരമാണ് മരിയയുടെ കൈകളിലൂടെ ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം മെഡൽ കൈമാറാൻ സാധിക്കുമെങ്കിലും നൊബേൽ ജേതാവ് എന്ന പദവി ട്രംപിന് ലഭിക്കില്ല. വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടത്തിയ 2 മണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മച്ചാഡോ പുരസ്കാരം കൈമാറിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിനായി ട്രംപ് നൽകുന്ന പിന്തുണയ്ക്കും സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ പുറത്താക്കാൻ കാണിച്ച ധീരതയ്ക്കുമുള്ള നന്ദി സൂചകമായാണ് മെഡൽ നൽകുന്നതെന്നാണ് മച്ചാഡോ പറയുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഈ സമ്മാനത്തിന് മച്ചാഡോയ്ക്ക് നന്ദി അറിയിച്ചു. ഇത് പരസ്പര ബഹുമാനത്തിന്റെ ഉദാത്തമായ അടയാളമാണെന്ന് അദ്ദേഹം കുറിച്ചു. മച്ചാഡോയെ ധീരയായ വനിതയെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നൊബേൽ സമ്മാന പുരസ്കാരം നേടിയ മരിയ കൊറീന മച്ചാഡോ അതേ പുരസ്കാരം ട്രംപിന് സമർപ്പിച്ചു എന്ന വാർത്ത ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. നൊബേൽ പുരസ്കാരം വ്യക്തിപരമായ അംഗീകാരമാണെന്നും അത് കൈമാറാനോ പങ്കുവയ്ക്കാനോ പാടില്ല എന്നുമുള്ള വ്യക്തമായ നിയമം നിലനിൽക്കുമ്പോൾ ഈ നടപടി ഒരു രാഷ്ട്രീയ നാടകമല്ലാതെ മറ്റെന്താണ്? ട്രംപിന്റെ അധികാരമോഹത്തിനും സ്വയം പ്രശംസയ്ക്കും ഇന്ധനം നൽകുന്ന ഈ സംഭവം നൊബേൽ പുരസ്കാരത്തിന്റെ തന്നെ മൂല്യത്തെ ചോദ്യം ചെയ്തു. വെനസ്വേലൻ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ സൈന്യം സൈനിക നടപടികളിലൂടെ പിടികൂടിയതിനു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നതാണ് ഏറെ ശ്രദ്ധേയം. മച്ചാഡോയുടെ ഈ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിലവിൽ മഡൂറോയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസിനെയാണ് വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റായി ട്രംപ് അംഗീകരിച്ചിരിക്കുന്നത്. നൊബേൽ സമ്മാനം ട്രംപിന് കൈമാറിയതിലൂടെ വെനസ്വേലയുടെ പുതിയ ഭരണ നേതൃത്വത്തിലേക്ക് ട്രംപിന്റെ പിന്തുണ ഉറപ്പാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് മച്ചാഡോയ്ക്കുള്ളതെന്ന് നിരീക്ഷകർ കരുതുന്നു. ട്രംപ് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ മച്ചാഡോ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയുടെ താൽക്കാലിക ഭരണകൂടവുമായി ട്രംപ് നിലവിൽ സഹകരിക്കുന്നുണ്ടെങ്കിലും മച്ചാഡോയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ട്രംപ് ഇതുവരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടില്ല. ലോകത്തെ ഏറ്റവും മൂല്യമുള്ളതായി കരുതപ്പെടുന്ന നൊബേൽ സമ്മാനം സാധാരണയായി നൊബേൽ ജേതാക്കൾ മറ്റൊരാൾക്ക് നൽകാറില്ല. എന്നാൽ 200 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ വിപ്ലവ ജേതാവായ ജനറൽ ലഫായറ്റ് ലാറ്റിൻ അമേരിക്കൻ വിമോചന നായകൻ സൈമൺ ബൊളിവറിന് മെഡൽ സമ്മാനിച്ചിരുന്നു. ആ ചരിത്രപരമായ സാഹോദര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ മെഡൽ കൈമാറ്റമെന്ന് മച്ചാഡോ വിശേഷിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമാധാന പുരസ്കാരത്തിന് അർഹനാണെന്ന വാദം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പ്രചരണമാണ്. യുദ്ധങ്ങൾ അവസാനിപ്പിച്ച നേതാവല്ല, മറിച്ച് ലോകത്തെ കൂടുതൽ സംഘർഷങ്ങളിലേക്കും ഭീഷണികളിലേക്കും തള്ളിവിട്ട ഭരണാധികാരിയാണ് ട്രംപ് എന്ന സത്യം ലോകം കണ്ടതാണ്. സമാധാനം എന്നത് ട്വിറ്റർ പ്രഖ്യാപനങ്ങളിലൂടെയോ സ്വയം പ്രശംസനയിലൂടെയോ ഉണ്ടാകുന്നതല്ല. അത് ഉത്തരവാദിത്വമുള്ള നയങ്ങളിലൂടെയും മനുഷ്യജീവിതത്തെ മാനിക്കുന്ന സമീപനങ്ങളിലൂടെയും മാത്രമേ സാധ്യമാകൂ. മച്ചാഡോയുടെ നടപടി ട്രംപിന്റെ രാഷ്ട്രീയ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നാടകീയ നീക്കമായി മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. നൊബേൽ പുരസ്കാരം ട്രംപിന്റെ കൈകളിൽ എത്തുമ്പോൾ അത് സമാധാനത്തിന്റെ വിജയമല്ല, മറിച്ച് ആ പുരസ്കാരത്തിന് തന്നെ അപമാനമായി മാറും. ലോകം ഇന്ന് ആവശ്യപ്പെടുന്നത് സമാധാനത്തെ ഉപയോഗിച്ച് അധികാരം സമ്പാദിക്കുന്ന നേതാക്കളെ അല്ല, യഥാർത്ഥത്തിൽ യുദ്ധങ്ങളെ തടയുന്ന ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളെയാണ്. ട്രംപിന് അത് ഇന്ന് എന്നല്ല നാളെയും സാധിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്.